ഹോർമൂസ് കടലിടുക്ക് ഇറാൻ വീണ്ടും അടച്ചിട്ടുണ്ട്. ഇവർ ഇനി എപ്പോഴാണ് ഇത് ചർച്ചയുമായി ബന്ധപ്പെട്ട് തുറക്കുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതിനിടയിൽ ഒരു സുപ്രധാന നീക്കം നടക്കുന്നുണ്ട്. അതായത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ബ്രൂണൈ സുൽത്താനുമായിട്ട് ഒരു നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഈ വിവരം. ഇത് ഇന്ത്യയെ സംബന്ധിച്ചും ഗുണകരമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ് സർ? ഇത് വളരെ വിശ്വസിക്കാവുന്ന ഒരു വാർത്തയാണ്. സാധ്യതയുണ്ട് അതിനകത്ത്. കാരണം ബ്രൂണയും ഇന്ത്യയും തമ്മിലുള്ള ദൂരം അത്ര വലുതൊന്നുമല്ല. പശ്ചിമേഷ്യയിൽ അല്ലെങ്കിൽ മധ്യധരനാഴിയിലുള്ള രാഷ്ട്രങ്ങളുമായുള്ള ദൂരത്തിലും കുറവാണ് ഇന്ത്യയും ബ്രൂണയുമായിട്ടുള്ള ദൂരം. അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണ ഇറക്കുമതി ഒരു സാധ്യതയുള്ളതാണ്. അത് ഈ ഇപ്പോഴത്തെ നിലവിൽ പശ്ചിമേഷ്യൻ എണ്ണ അതിനെ ആശ്രയിച്ചാണ് ഇന്ത്യയുടെ എനർജി റിക്വയർമെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് മറ്റൊരു സാധ്യതയെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവില്ല. ഈ പ്രശ്നം വന്നപ്പോ ഇനിയിപ്പോ എല്ലാ അവന്യൂസും എല്ലാ മാർഗങ്ങളും ടാപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയുടെ പോളിസി. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ബ്രൂണൈയായിട്ട് അടുക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അവർ തമ്മിൽ നല്ല റിലേഷനാണ്. അവരിൽ നിന്ന് എണ്ണ മേടിക്കുന്ന ഒരു ഡീലിന് എല്ലാ സാധ്യതകളും തെളിഞ്ഞിട്ടുണ്ട് ഇപ്പൊ. സർ, ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോഴേ ഇന്ത്യൻ റിഫൈനറികൾ യുവാനിൽ ഫണ്ട് കൈമാറുന്നു എന്നുള്ളൊരു വാർത്ത കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അത് രൂപയിൽ നിന്നും ഡോളറിൽ നിന്നൊക്കെ മാറിയിട്ട് യുവാനിൽ മാറുന്നു. ICICI ബാങ്ക് വഴിയാണ് ഇത് ക്രമീകരിക്കുന്നതിൽ ഇപ്പൊ പ്രശ്നമില്ലാതെ പോകുന്നു എന്നുള്ളതൊക്കെയാണ്. IOC $200 മില്യൺ വിലമതിക്കുന്ന ക്രൂഡ് കാരിയർ ഇങ്ങനെ വാങ്ങി എന്നുള്ള വാർത്തകളും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇത്രത്തോളം അർജൻസി ഉണ്ടോ? അതായത് ബ്രൂണയിൽ നിന്ന് കൂടി എണ്ണ കൊണ്ടുവന്നാലാണ് നമ്മുടെ രാജ്യത്തിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയാൻ കഴിയുമോ? ഇല്ല പ്രജിത, അത് എന്തിനാണ് എണ്ണ ഇത്ര പെട്ടെന്ന് തിരക്കിട്ട് മേടിക്കണേന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ യുദ്ധം അതിന്റെ പാരമ്യതയിൽ എത്തിയ സമയത്ത് പ്രധാനമന്ത്രി രാഷ്ട്രത്തോട് ചെയ്ത പ്രസംഗത്തിലും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളിലെല്ലാം പറഞ്ഞിരുന്നത് ഇന്ത്യക്ക് എനർജി റിക്വയർമെന്റ്സ്, എനർജി നീഡ്സിനെ കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല, ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് അന്ന് 74-75 ദിവസത്തേക്കുള്ള എണ്ണ നമ്മൾ സംഭരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്ട്രാറ്റജിക് ഓയിൽ റിസർവ് എന്ന് പറയും, തന്ത്രപ്രധാനമായ എണ്ണ സംഭരണം. അത് 75 ദിവസത്തേക്കുള്ള എണ്ണ സംഭരണം ഇന്ത്യയുടെ കയ്യിലുണ്ട്. അത് കൂടാണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എണ്ണ സംഭരണികളിൽ 60-65 ദിവസത്തേക്കുള്ള എണ്ണ അഡീഷണൽ ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇനിയിപ്പോ വരാൻ പോകുന്ന സമ്മർ, വേനൽക്കാലം കൊടും ചൂട് ആണ്. അതുകൊണ്ട് ഇന്ത്യക്ക് കൂടുതൽ എനർജി റിക്വയർമെന്റ് ആവശ്യമുണ്ടാവും, എണ്ണ കൂടുതൽ ആവശ്യമുണ്ടാവും. ഈ സമയത്താണ് പരമാവധി കൺസംഷൻ, ഉപഭോഗം നടക്കുന്നത് എണ്ണയുടെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ട്രബിൾ ഫ്രീ ഫ്ലോ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ എല്ലാ സോഴ്സസിൽ നിന്നും ടാപ്പ് ചെയ്യും, അവിടെ നിന്നൊക്കെ എണ്ണ മേടിക്കും. ഇതിപ്പോ നാളത്തേക്കോ അല്ലെങ്കിൽ മറ്റന്നാളത്തേക്കോ വേണ്ട എണ്ണ അല്ലല്ലോ നമ്മൾ എഗ്രിമെന്റ് വഴി മേടിക്കണത്. ഇത് മാസങ്ങൾക്ക് ശേഷം ഉള്ള ഇറക്കുമതി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ലോങ് ടേം സ്ട്രാറ്റജിയാണ്. ഒരു മാസങ്ങൾക്ക് ശേഷവും ഇന്ത്യക്ക് നിരന്തരമായിട്ട് ഒരു അൺഇന്ററപ്റ്റഡ് സപ്ലൈ എന്ന് പറയും, അത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മറ്റു പല രാജ്യങ്ങളുമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നതും. അതുപോലെ ഈ എണ്ണയുടെ വില മറ്റു അന്താരാഷ്ട്ര നാണ്യങ്ങളുമായിട്ടുള്ള ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അല്ലാതെ ഒരു ക്രൈസിസ് ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇപ്പോ ഇതിനിടയിൽ തന്നെ റഷ്യൻ ഓയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം കൂടി നിലനിൽക്കുന്നുണ്ടല്ലോ. റഷ്യൻ ഓയിൽ വാങ്ങാനായിട്ട് ട്രംപ് ഉപരോധത്തിൽ നിന്ന് ഇളവ് നൽകിയിരുന്നു. ഈ ഇളവിന്റെ കാലാവധി കഴിയുന്നു. അപ്പൊ വീണ്ടും ഇളവിനായിട്ട് ചോദിക്കുമ്പോൾ ട്രംപ് പറയുന്നത് ഇനി ഇളവൊന്നും തരാൻ പറ്റില്ല. അങ്ങനെയൊന്നും ട്രംപ് പറഞ്ഞിട്ടില്ല. ഈ സാമൂഹ്യ മാധ്യമങ്ങളില് ചില വിവരമില്ലാത്ത ആൾക്കാർ ഇതിനെക്കുറിച്ച്
അവര് കണ്ടോ, ട്രംപ് പറഞ്ഞു മോദിയോട് പോയി പണി നോക്കാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ പറയുന്നത് അന്താരാഷ്ട്ര ഡിപ്ലോമസിയിലും നരേഷനിലും അങ്ങനെയൊന്നും നടക്കില്ല. ഇന്ത്യക്ക് നമുക്ക് 80% എണ്ണയും നമ്മൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ് എന്നുള്ളത് സത്യമാണ്. ഇപ്പോഴത്തെ എണ്ണ വിതരണം വളരെ ടൈറ്റ് ആണ്, ഈ പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം. ഇപ്പോ ഏപ്രിൽ 11 തീയതി വരെയാണ് റഷ്യൻ എണ്ണയ്ക്കെതിരെയുള്ള ഉപരോധം അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നത്. ഏപ്രിൽ 11 വരെയാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന ഉപരോധത്തിന് വെയ്വർ, അതായത് ഇളവ് നൽകിയിരുന്നത്. ഏപ്രിൽ 11 ശേഷം ഇപ്പൊ എന്താ അമേരിക്ക ചെയ്തിരിക്കണെന്ന് വെച്ചാൽ മെയ് 16 വരെ റഷ്യയിൽ നിന്ന് ആരോ എണ്ണ മേടിക്കുന്നതിന് ഒരു ഉപരോധവുമില്ല, അത് നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങൾക്കും റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കാം, അതിന് യാതൊരു തടസ്സമില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, ഇന്ത്യയോട് അമേരിക്ക റഷ്യൻ ഓയിൽ മേടിക്കരുത് എന്ന് പറഞ്ഞ് തീട്ടൂരം പ്രഖ്യാപിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആ തീട്ടൂരം നിലവിലുള്ള സമയത്തും അതിനുശേഷവും ഇന്ത്യ നിരന്തരമായി റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നുണ്ടായിരുന്നു. 2023-24 നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ 36% റഷ്യയിൽ നിന്നായിരുന്നു. മാർച്ച് 26-ന്, അതായത് കഴിഞ്ഞ മാസം 2 ദശലക്ഷം ബാരൽ എണ്ണയാണ് നമ്മൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. അതുപോലെ മറ്റു പല സോഴ്സസിൽ നിന്നും 8 ലക്ഷം ടൺ LPG സപ്ലൈ നമ്മൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്, അത് റഷ്യയും കൂടി ഉൾപ്പെടെയുള്ളത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ റഷ്യൻ എണ്ണയുടെ വിപണനത്തില് അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ ഒന്നും ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളോട് എണ്ണ മേടിക്കരുതെന്നും റഷ്യൻ എണ്ണ മേടിക്കരുതെന്നും, റഷ്യൻ എണ്ണ മേടിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് നിങ്ങളുടെ പുറത്തുള്ള താരിഫ് തന്നെ വർദ്ധിപ്പിക്കുന്നൊക്കെ അമേരിക്ക പറഞ്ഞിരുന്നെങ്കിലും ഇന്ത്യ പ്രതികരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന അമേരിക്ക തന്നെ ഇന്ത്യക്ക് ഇതൊന്നും ബാധകമല്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഡിപ്ലോമാറ്റിക് ലെവലിലും രാഷ്ട്ര തലവന്മാർ തമ്മിൽ നടക്കുന്ന സംസാരത്തിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ലഭ്യമല്ല. അത് അവര് സ്റ്റേറ്റ് സീക്രട്ട് ആയിട്ട് വെക്കും. ഇന്ത്യക്ക് എണ്ണ ഇറക്കുമതി ആവശ്യമുണ്ടെങ്കിൽ ആരിൽ നിന്ന് ഇന്ത്യക്ക് എണ്ണ മേടിക്കാം. പിന്നെ ഇപ്പൊ നമ്മൾ കണ്ടു, ഹോർമുസ് കടലിടുക്ക് അടച്ചതോടുകൂടി ഇന്ത്യയുടെ എണ്ണ ആവശ്യങ്ങൾ എങ്ങനെ ഇന്ത്യ നിറവേറ്റും എന്നുള്ളതിനെ കുറിച്ച് വലിയ ചർച്ച ഇവിടെ നടന്നു. ഇന്ത്യക്ക് എത്ര കപ്പലുകളിൽ എണ്ണ കൊണ്ടുവരാവുന്ന അത്രയും കപ്പലുകളിൽ ഇന്ത്യ എണ്ണ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇറാനിയൻ പ്രസിഡന്റ് നേരിട്ടാണ് അവർക്ക് അനുമതി കൊടുത്തത് അതുവഴി കടന്നു പോകാനായിട്ട്. ഇപ്പൊ ഈ ഇപ്പോ ഏറ്റവും ഒടുവിൽ വരുമ്പോ ലാസ്റ്റ് ഹോർമോസ് അടച്ചതിന് ശേഷം 2 കപ്പലുകൾക്ക് നേരെ വെടിവയ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്ന വിവരം. അത് ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ അല്ലല്ലോ, അത് ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയാണോ ആ വെടിവയ്പ് നടന്നത്? അല്ലല്ലോ. അല്ല. ഇത് പിന്നെ വേറെ ഒന്നുള്ളത്, തിങ്കളാഴ്ചയോ അതല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ മറ്റോ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ച വീണ്ടും പുനരാരംഭിക്കും. അതിനു മുമ്പുള്ള ചെറിയൊരു ക്ലാഷ് പോലെയാണ്, ഇപ്പോഴത്തെ സൗന്ദര്യ പണക്കം പോലെയാണ് ഈ ഹോർമുസ് സ്ട്രെയിറ്റ് അടച്ചിട്ടിരിക്കുന്നത്. ഇറാന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു നല്ല നേതൃത്വമില്ല. അവർക്ക് വേണ്ടത്ര ഗൈഡൻസ് കൊടുക്കാനായിട്ട് അവർക്ക് നേതൃത്വമില്ല. അവരുടെ സ്പിരിച്വൽ ലീഡർ എന്ന് പറയുന്ന ആയത്തുള്ള മിണ്ടാൻ പറ്റാണ്ട് അയാളുടെ പലയിടത്തും ഷെല്ലും വെടിയുണ്ടയൊക്കെ കൊണ്ട് കുത്തിക്കേറി അയാള് ആശുപത്രിയിൽ കിടക്കുക, അയാൾ നേരെ പുറത്തു വന്നിട്ടില്ല. അതേപോലെ പലരും അവരുടെ നേതൃത്വത്തെ മൊത്തം വൈപ്പ് ഔട്ട് ചെയ്തു എന്നാണ് അമേരിക്ക പറയുന്നത്. അത് അവര് പ്രതികരിച്ചിട്ടുമില്ല അതിനെ കുറിച്ചിട്ട്. അപ്പൊ അവര് ഒരു ആശയക്കുഴപ്പത്തിലാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഓരോ കാര്യങ്ങളും വരുമ്പോ അവർ ഉടനെ തന്നെ ചെയ്യുക, ഹോർമുസ് സ്ട്രെയിറ്റ് അടച്ചിടും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ വേറെ കാര്യമുണ്ട്, അമേരിക്കയുടെ ബ്ലോക്കേഡ് തുടരുകയാണ്. അമേരിക്കയുടെ ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന ബ്ലോക്കേഡ് തുടരണം. ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് കപ്പലുകൾക്ക് പോകാനോ കപ്പലുകൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാനോ ഉള്ള അനുവാദം ഇല്ല. അത് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നതാണ്. അത് അതേ നടക്കുകയുള്ളൂ. പക്ഷേ
ഈ ഇന്ത്യക്ക് ഇതുകൊണ്ട് എന്താ ഒരു ക്ഷീണവും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ഇപ്പൊ തന്നെ നമ്മൾ അറിയുന്നത് ഇന്ത്യ റഷ്യൻ ക്രൂഡ് ഓയിൽ തുടർച്ചയായിട്ട് മേടിച്ചുകൊണ്ടിരിക്കും, LPG-യും തുടർച്ചയായിട്ട് മേടിച്ചുകൊണ്ടിരിക്കും. അമേരിക്കയുടെ ഉപരോധമൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പ്രശ്നമാക്കിയിട്ടില്ല. ഈ കച്ചവടം നടന്നു പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇതിന്ന് പല കാര്യങ്ങളും സ്റ്റേറ്റ് ഗവൺമെന്റ് പുറത്തു വിടാറുള്ളത് എന്നും ആ പോളിസി തന്നെയാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ്, എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം അവര് യഥാർത്ഥ വിവരങ്ങൾ അവർ പുറത്തു വിടാറില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇന്ത്യയോട് റഷ്യൻ ഓയിൽ മേടിക്കരുതെന്നൊന്നും അമേരിക്കൻ ഗവൺമെന്റോ അമേരിക്കൻ പ്രസിഡന്റോ ആവശ്യപ്പെട്ടിട്ടില്ല. അവര് തന്നെ അവർക്ക് 100 കൂട്ടം കാര്യമുള്ളപ്പോ ഇന്ത്യ എവിടെ നിന്നാണ് എണ്ണ മേടിക്കണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ അവർക്ക് പണിയുള്ളത്. വല്ല കാര്യം